വാട്സ്ആപ്പ് ഗീസ് ബോക്സ്മേറ്റ് നാസിമാണ്. റിയൽമിയുടെ നമ്പർ സീരീസിലെ 14 സീരീസ് ജാനുവരി 9-ാം തീയതി ലോഞ്ച് ആയിട്ടുണ്ട്. ഇത് നമുക്ക് 23-ാം തീയതി മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട്. റിയൽമി 14 പ്രോ പ്ലസ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏകദേശം 30,000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. 3 വേരിയന്റ് ആണ് ഈ ഒരു മൊബൈൽ ഫോണിന് വരുന്നത്. റിയൽമി 14 പ്രോ പ്ലസ് എന്ന് പറയുന്നതിൽ ടോപ്പ് സീരീസ് ആയിട്ടുള്ള 12256 വേരിയന്റിന് ഏകദേശം 34,999 ആണ് വരുന്നത്. പക്ഷേ എങ്കിൽ നമുക്ക് ഓഫർ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കുറച്ചതിന് ശേഷം ഏകദേശം 30,999 കിട്ടുന്നുണ്ട്. ഏകദേശം 30,000 രൂപ തോതിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി രണ്ട് വേരിയന്റ് നോക്കി കഴിയുകയാണെങ്കിൽ 8128 അതേപോലെ തന്നെ 8256 വരുന്നുണ്ട്. ഇതിന് നമുക്ക് ഓഫർ കിഴിച്ചതിന് ശേഷം 8128-ന് 27,999 8256-ന് 29,999 മാത്രമാണ് മാർക്കറ്റ് പ്രൈസ് വരുന്നത്. കൂടുതലായിട്ട് കസ്റ്റമേഴ്സിന് വേണ്ടി റിയൽമി 14 സീരീസിൽ ഇത്തവണ എന്തൊക്കെയാണ് റിയൽമി നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ച് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ഞങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. അധികം വൈകിപ്പിക്കേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. റിയൽമി 14 പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിനെ റിയൽമി വിശേഷിപ്പിക്കുന്നത് വേൾഡ് ഫസ്റ്റ് ട്രിപ്പിൾ ഫ്ലാഷ് ക്യാമറ എന്നാണ്. ഈ ഒരു മോഡലിൽ ഇറങ്ങുന്ന ആദ്യത്തെ ട്രിപ്പിൾ ക്യാമറ ഫ്ലാഷ് ലൈറ്റ് വരുന്ന ഒരു മൊബൈൽ ഫോണാണ് റിയൽമി 14 എന്ന് പറയുന്നത്. 3 കളർ വേരിയന്റിൽ നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു മൊബൈൽ ഫോൺ 23-ാം തീയതി 12 മണിയോടുകൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിലെ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് സ്യൂഡേ ഗ്രേ എന്ന് പറയുന്നതാണ്. ഇന്ത്യക്ക് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ട് 2 കളർ കൂടി ഇവർ കൊടുത്തിട്ടുണ്ട്. ജയ്പൂർ പിങ്ക് ആൻഡ് ബിക്കാനിയർ പർപ്പിൾ എന്ന് പറയുന്ന 2 കളർ വേരിയന്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഇതിന് പുറമെ മറ്റൊരു കളർ വരുന്നുണ്ട്, വൈറ്റ് കളർ ആണ് വരുന്നത്. ഈ ഒരു വൈറ്റ് കളർ നമുക്ക് 16 ഡിഗ്രി സെൽഷ്യസിന്റെ താഴേക്ക് പോയി കഴിയുകയാണെങ്കിൽ വൈറ്റ് കളർ മാറി കളർ ചേഞ്ചിങ് സെറ്റപ്പിലേക്ക് ഒരു ബ്ലൂ കളറിലേക്ക് വരും. 16 ഡിഗ്രിയിലെ താഴെ ഇന്ത്യയിലേക്ക് എപ്പോഴും അല്ലെങ്കിൽ കേരളത്തിൽ എപ്പോഴും വരണമെന്നില്ല. നമുക്ക് നോർമലി നല്ലൊരു ചൂട് കാലഘട്ടം അല്ലെങ്കിൽ ഡിസംബർ ജാനുവരി ഒക്കെ വരുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു തണുപ്പ് വരുന്നത്. എങ്കിൽ കൂടി 16 ഡിഗ്രി സെൽഷ്യസിന്റെ ഒന്നും താഴത്തേക്ക് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കളർ നമ്മുടെ കേരളത്തിൽ എത്രത്തോളം വിൽക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഡിസ്പ്ലേയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുകയാണെങ്കിൽ 6.83 ഇഞ്ചിന്റെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. 4 സൈഡും കർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. ഇതും നമുക്ക് റിയൽമിയുടെ ഭാഗത്തു നിന്നും ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ക്വാഡ് കർവ് ഡിസ്പ്ലേ വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 1200 നിറ്റ്സിന്റെ HBM വരുന്നുണ്ട്. 1500 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നുണ്ട്. 1 ബില്യൺ കളേഴ്സ് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് സപ്പോർട്ട് ആയിട്ടാണ് റിയൽമി 14 പ്രോ പ്ലസ് നമുക്ക് മുന്നിലേക്ക് വരുന്നത്. 6.83 OLED ഡിസ്പ്ലേയുടെ പ്രൊട്ടക്ഷന് വേണ്ടി കോറിംഗ് ഗറില്ല ഗ്ലാസ് 7i പ്രൊട്ടക്ഷൻ ആണ് റിയൽമി ഒരു മൊബൈൽ ഫോണിൽ നൽകിയിരിക്കുന്നത്. ബോഡി ഡയമെൻഷന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ 6.3 mm ആണ് തിക്നെസ് വരുന്നത്. 194 ഗ്രാം ആണ് ഈ ഒരു മൊബൈൽ ഫോണിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഈ ഒരു മൊബൈൽ ഫോണിൽ സർട്ടിഫൈ ചെയ്താണ് വരുന്നത്. അതേപോലെ തന്നെ ഡ്യുവൽ നാനോ സിം ആണ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. മെമ്മറി കാർഡ് സ്ലോട്ട് നമുക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ അവൈലബിൾ അല്ല. 2 നാനോ 5G സിം കാർഡ് ഇടാൻ പറ്റിയ രീതിയിലാണ് സിം സ്ലോട്ട് ഇവര് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. OS ആൻഡ് പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആൻഡ്രോയിഡ് 15-ലാണ് ഈ ഒരു മൊബൈൽ ഫോൺ വരുന്നത്. റിയൽമി UI 6.0 ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 എന്ന് പറയുന്ന പ്രൊസസറാണ് വരുന്നത്. ഇതൊരു 4 നാനോമീറ്റർ പ്രൊസസറാണ്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു ചിപ്സെറ്റിൽ നിന്നും മറ്റ് മൊബൈൽ ഫോണുകളിൽ കിട്ടിയിരുന്നത്. ആ ഒരു പെർഫോമൻസ് തന്നെ റിയൽമിയുടെ 14 പ്രോ പ്ലസിലും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ വേൾഡ് ഫസ്റ്റ് ട്രിപ്പിൾ ഫ്ലാഷ് ലൈറ്റ് ക്യാമറയാണ് വരുന്നത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് വരുന്നത്. മെയിൻ ക്യാമറ 50 മെഗാ പിക്സൽ, ഒരു പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്, അത് 50 മെഗാ പിക്സൽ, അൾട്രാ വൈഡ് ലെൻസ് 8 മെഗാ പിക്സൽ. ക്യാമറയുടെ മറ്റ് സ്പെസിഫിക്കേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ ക്യാമറ OIS സപ്പോർട്ടോട് കൂടിയാണ് വരുന്നത്. 1.8 ആണ് അപ്പറേച്ചർ വരുന്നത്. 24 mm ഒരു വൈഡ് ആംഗിൾ ലെൻസ് ആണ് വരുന്നത്. പെരിസ്കോപ്പ് ലെൻസിലേക്ക് വന്നു കഴിയുമ്പോൾ 50 മെഗാ പിക്സലിന്റെ ഒരു പെരിസ്കോപ്പ് ലെൻസ് ആണ് വരുന്നത്. 3x ഒപ്റ്റിക്കൽ സൂം നമുക്ക് സപ്പോർട്ട് ആയിട്ട് വരുന്നുണ്ട്. 2.7 ആണ് അപ്പറേച്ചർ വരുന്നത്. ഈ ഒരു ടെലിഫോട്ടോ ലെൻസ് അല്ലെങ്കിൽ പെരിസ്കോപ്പ് ലെൻസിലും OIS സപ്പോർട്ട് ആയിട്ട് തന്നെയാണ് വരുന്നത്. 8 മെഗാ പിക്സലിന്റെ 2.2 അപ്പറേച്ചർ വരുന്ന 16 mm ഒരു അൾട്രാ വൈഡ് ലെൻസ് ആണ്. അൾട്രാ വൈഡ് ലെൻസ് ആണ് മൂന്നാമത്തെ ക്യാമറയായിട്ട് നമുക്ക് റിയൽമി നൽകുന്നത്. സെൽഫി ക്യാമറയുടെ ഭാഗത്തേക്ക് വന്നു കഴിയുമ്പോൾ 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. മെയിൻ ക്യാമറ ഉപയോഗിച്ചും അതേപോലെ തന്നെ സെൽഫി ക്യാമറ ഉപയോഗിച്ചും 30 FPS 4K ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനും റിയൽമി 14 പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ സംവിധാനം ഇവർ ഒരുക്കിയിട്ടുണ്ട്. സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ 3.5 mm ഒരു ഓഡിയോ ജാക്ക് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നില്ല. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പ് ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. ബാറ്ററി ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ വലിയൊരു ബാറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് റിയൽമി 14 പ്രോ പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നത്. 6000 mAh ബാറ്ററി കപ്പാസിറ്റി ഈ ഒരു മൊബൈൽ ഫോണിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1.5 ദിവസം നല്ല രീതിയിൽ നോർമൽ യൂസേജ് ആണെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ ഉറപ്പായിട്ട് ഉപയോഗിക്കാൻ പറ്റും. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പ് വരുന്നുണ്ട്. ഏകദേശം 24 മിനിറ്റ് കൊണ്ട് 50% ഈ ഒരു 6000 mAh ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന്
ഈ ഒരു 80 വാട്ടിന്റെ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് അഡ്വർടൈസ്മെന്റിലൂടെ റിയൽമി അവകാശപ്പെടുന്നുണ്ട്. അണ്ടർ ഡിസ്പ്ലേ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് ആണ് ലോക്ക് ഇൻ ആൻഡ് അൺലോക്കിങ്ങിന് വേണ്ടി ഈ ഒരു മൊബൈൽ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ എന്തുകൊണ്ടാണ് NFC റിയൽമി ഒഴിവാക്കിയെന്ന് മനസ്സിലാകുന്നില്ല. NFC കൂടി ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഏകദേശം 30,999 ഓഫർ കിഴിച്ചതിന് ശേഷം വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ NFC കൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. ഏതായാലും റിയൽമിയുടെ നമ്പർ സീരീസിലെ വേൾഡ് ഫസ്റ്റ് ട്രിപ്പിൾ ഫ്ലാഷ് ലൈറ്റ് ക്യാമറ വരുന്ന മൊബൈൽ ഫോൺ 23-ാം തീയതി 12 മണി മുതൽ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം വില എന്ന് പറയുന്നത് ഓഫർ കിഴിച്ചതിന് ശേഷം ടോപ്പ് വേരിയന്റ് ടോൾ 256-ന് 30,999 ആണ് വരുന്നത്. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള 8128-ന് ഏകദേശം 27,999 ഈ ഒരു മൊബൈൽ ഫോൺ നമുക്ക് കിട്ടുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് കസ്റ്റമേഴ്സിന് വേണ്ടി റിയൽമി നമുക്ക് വേണ്ടി ഈ ഒരു 14 സീരീസിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിക്കും ഉറപ്പായിട്ടും എത്തിച്ചു കൊടുക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിരിക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ നാസിമി സൈനിങ് ഓഫ്. Thank you.